ഹായ്, ഞാൻ ദീപ. അപ്പം ഇന്ന് ഞാനൊരു കഥ പറയാനാണ് പോകുന്നത്. കഥ നടക്കുന്ന ഒത്തിരി വർഷം മുന്നെയാണ്. ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയം. അപ്പം ഞങ്ങളുടെ അച്ചാച്ചിയും അമ്മച്ചിയൊക്കെ ഇവിടെ ട്രിവാൻഡ്രത്ത് സെറ്റിൽഡ് ആയിരുന്നു. ഞങ്ങളും ഇവിടെയാണ്, ട്രിവാൻഡ്രത്താണ് പഠിച്ചിരുന്നതൊക്കെ. അപ്പോൾ അവധി സമയമുണ്ടല്ലോ, വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ നാട്ടിലോട്ട് പോകും. നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചിയുടെയും അമ്മച്ചിയുടെയും സ്ഥലം ആലപ്പുഴയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നാട്ടിലോട്ട് പോകും. നാട്ടിലോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെക്കാളിലും 8 വയസ്സ് ഇളയതാണ് എൻ്റെ അനിയത്തി. അപ്പം അനിയത്തിനേക്കാളിലും 2 വയസ്സ് ഇളയത്, അതായത് എന്നെക്കാളിലും 10 വയസ്സ് ഇളയതാണ് അനിയൻ. അപ്പം അനിയനൊരു കൈക്കുഞ്ഞായിരുന്ന ഒരു ടൈം വരെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് ഇവിടുന്ന് ബൈക്കിലാണ്. അപ്പം അച്ചാച്ചിക്ക് ഒരു മിനി ബുള്ളറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബുള്ളറ്റേലാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അനിയനും കൂടെ ഒക്കെ വലുതായി കഴിഞ്ഞ് ഞങ്ങൾക്ക് 5 പേർക്കും കൂടെ ബൈക്കിൽ ഇരിക്കാൻ വയ്യാത്തൊരു സ്ഥിതിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് പതുക്കനെ ബസ്, കാറ് അതിലോട്ടൊക്കെ മാറ്റം പ്രാപിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കാറൊക്കെ വാങ്ങിച്ച് കാറിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഇടയ്ക്കൊക്കെ ബസ്സിലും. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിരാവിലെയാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. അതിരാവിലെ, അതായത് ഇരുട്ട് ആയിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇവിടുന്ന് ഇറങ്ങുന്നത്. അത്യാവശ്യം പെട്ടി, ബാഗ് അതെല്ലാം ബൈക്കിൻ്റെ സൈഡിലൊക്കെ കെട്ടിവെക്കും. അമ്മച്ചി ഒരു സൈഡ് ചരിഞ്ഞാണ് ഇരിക്കുന്നത്, സാരിയൊക്കെ കൊടുത്തിട്ട്. അപ്പം ഞാൻ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ ആണ് എൻ്റെ സ്ഥാനം. ഇതിനിടയ്ക്കാണ് അനിയത്തിയുടെ സ്ഥാനം. പിന്നെ അനിയൻ ഉണ്ടായിരുന്നപ്പം എങ്ങനെയാണ് പോയതെന്ന് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. അത്രയും ദൂരമൊക്കെ എങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു എന്ന് എനിക്ക് ഒരു ഓർമ്മയും അങ്ങോട്ട് കിട്ടുന്നില്ല. എനിവേ, അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടുന്ന് നല്ല തണുപ്പായിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ കുറച്ചങ്ങോട്ട് പോയി ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന പാളയത്തടുത്താണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ചങ്ങോട്ട് ആറ്റിങ്ങലൊക്കെ എത്തിക്കഴിയുമ്പോൾ തന്നെ ഞാനങ്ങ് തണുത്ത് വിറയ്ക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആറ്റിങ്ങലൊക്കെ കഴിയുമ്പോൾ തന്നെ ദൂരേന്നിങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നത് നമുക്ക് കാണാം. നല്ല ഇരുണ്ടിരിക്കുന്നത്, ഇങ്ങനെ വെള്ളിയല്ലല്ലോ, നമ്മുടെ സ്വർണ്ണ കളറിൽ ഇങ്ങനെ ആകാശം ഇങ്ങനെ മാറി വരുന്നതും സൂര്യൻ ഉദിച്ചു വരുന്നു. അപ്പം അച്ചാച്ചി ഓരോ കഥയൊക്കെ പറഞ്ഞാണ് നമ്മളെ ഫ്രണ്ട് ഇരുത്തിക്കൊണ്ട് വണ്ടി ഓടിച്ച് വിടുന്നത് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നാണെന്നറിയാം, ഇവിടുന്ന് പോയി ഒരു കൊല്ലമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അന്നൊന്നും നമ്മളെ ഒന്നും വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ഫുഡൊന്നും വാങ്ങിച്ചിരുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ പാഴ്സൽ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് കഴിക്കുന്ന പരിപാടിയില്ല. എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും അമ്മച്ചിക്ക് വയ്യെന്ന് പറഞ്ഞാൽ പോലും, അമ്മച്ചിക്ക് വയ്യെങ്കിൽ അച്ചാച്ചി കയറി അടുക്കള കയറി എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ ഈ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ബേക്കറി ഐറ്റം വാങ്ങിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഏതാണ്ട് 10ാം ക്ലാസ് വരെയും ബേക്കറി ഐറ്റം തന്നെയും വല്ലവരും പുറത്തുനിന്ന് വരുമ്പോൾ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതല്ലാതെ അല്ലാണ്ടൊരു പരിപാടി ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോകുമ്പം നമ്മൾ കൊല്ലത്തിറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തും. അതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കും കേട്ടോ. ബസ്സിന് പോയി കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല. കാരണം ഇവിടുന്ന് വല്ല പൂരിയോ അതൊക്കെ പൊതിഞ്ഞ് കെട്ടിയായിരിക്കും കൊണ്ടുപോകുന്നത്, നല്ല ബ്രെഡോ എന്തെങ്കിലും പൊതിഞ്ഞ് കൊണ്ടുപോയിട്ട് ബസ്സിൽ തന്നെ ഇരുന്ന് കഴിക്കുമായിരിക്കും ചെയ്യുന്നത് പോകുന്ന വഴിക്ക്. അപ്പോൾ ഇത് അവിടെ ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊല്ലത്ത് ആ സ്ഥലം എനിക്കിപ്പോഴും അറിയത്തില്ല. ഞാനിപ്പോൾ അച്ചാച്ചിയോട് ചോദിച്ചിട്ടാണ്, അച്ചാച്ചിക്കും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം പുള്ളിക്ക് ഇപ്പോൾ ഓർമ്മയൊക്കെ പോയിരിക്കുക. അമ്മച്ചിക്ക് പിന്നെ സ്ഥലം അറിയത്തില്ല, കൊല്ലമാണെന്ന് മാത്രം അറിയാം. അപ്പം എൻ്റെ ഓർമ്മ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കും. തൊട്ടിപ്പുറത്തായിട്ട് റെസ്റ്റ് റൂമുണ്ട്. നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ പോവാം, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് പോയിട്ട്, അപ്പം അതൊരു മെയിൻ അട്രാക്ഷനാണ്. അതായത് ഇവിടുന്ന് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും റെസ്റ്റ് റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി, അത് കഴിഞ്ഞ് പെട്രോൾ പമ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മുളയൊക്കെ, എനിക്ക് തോന്നുന്നു പച്ച കളറാണ് എൻ്റെ ഓർമ്മ കേട്ടോ. മുളയൊക്കെ വെച്ചിട്ടുള്ളൊരു ഇങ്ങനെ അഴി പോലത്തെ ഒരു ഇതാണ്. അതായത് പുറത്തുനിന്ന് നോക്കിയാലേ നമുക്ക് അകത്തോട്ട് ഏതാണ്ട പോലൊക്കെ കാണാം, എന്നാൽ ഫുള്ളി വിസിബിൾ അല്ല.
അതുപോലത്തെ ഒരു റെസ്റ്റോറൻറ്റ്. അതിനകത്ത് TV ഒക്കെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പോഴൊക്കെ നമ്മൾ TV കണ്ടാൽ അതൊരു വലിയൊരു സംഭവമൊന്നും ആയിരിക്കത്തില്ല. അതോ ഇനി ഞങ്ങൾ അങ്ങനെ കടയിലൊന്നും മറ്റേ റെസ്റ്റോറൻറ്റിലൊന്നും പോയി പരിചയമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അതായത് കുറേ ഗ്ലാസിൻ്റെ ടേബിൾസാണ്. ഗ്ലാസിൻ്റെ ടേബിൾസും ഈ ചൂരൽ മുള അതുപോലത്തെ സംഭവം കൊണ്ടുള്ള നല്ല കസേരകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 4 കസേര വീതം ഗ്ലാസിൻ്റെ ടേബിള്. എന്നിട്ട് ഇങ്ങനെ ഓരോരോ സെറ്റായിട്ട് ഇങ്ങനെ കുറേ അകത്തിയാണ് ഇട്ടേക്കുന്നത്. ഒരു സെറ്റ് ഓഫ് ഫാമിലി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ മാറിയിട്ടാണ് അടുത്ത സെറ്റ്. തറയൊക്കെ എനിക്കൊന്ന് നോർമൽ സാധാ സിമെൻറ്റ് തറയാണ്. പക്ഷേ അതിനകത്തെ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു എന്താണ്, ഒരു പച്ചപ്പും കുറച്ച് ചെടിയും പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അതിനകത്ത്. മുളയുടെ പോലത്തെ ഒരു ലുക്കാണ്. മുളയും ചൂരലും അങ്ങനത്തെ കയറ് അതുപോലത്തെയൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെന്നിരിക്കുമ്പോഴേ ആദ്യം TV-നെ ഫേസ് ചെയ്തിട്ടുള്ള എന്താണ് കസേരയ്ക്ക് വേണ്ടിയിട്ട് അടിയാണ്. ഞാനും അനിയത്തിയൊക്കെ അടിയായിരുന്നു. പക്ഷെ അനിയത്തി ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. പിന്നീട് ഞങ്ങൾ കസിൻസും ഒക്കെ ആയിട്ട് പോകുമ്പോഴും എപ്പോഴും ആ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് ആ പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് ഒരു റോഡ് സൈഡിലാണ് ആ റെസ്റ്റോറൻറ്റ്. അതായത് പെട്രോൾ പമ്പ് റോഡ് സൈഡിലാണല്ലോ, അതിനടുത്തോട്ട് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊല്ലത്തുള്ളവർക്ക് വല്ലവർക്കും ആ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല. കാരണം ഞങ്ങൾ പിന്നീട് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഞാനും ബിജുവും കൂടെ ബൈക്കിന് ചങ്ങനാശ്ശേരി പോയിട്ടുണ്ട് 2-3 പ്രാവശ്യം. അന്നേരവും ഞാനിങ്ങനെ പോയ വഴിക്ക് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ഒത്തിരി സ്ഥലമൊക്കെ നോക്കിയിട്ടാണേലും ഇതുപോലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് ഇപ്പോൾ ഒരു പിടുത്തമില്ല ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു കട ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം ഞാനൊക്കെ ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തെ കാര്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം 10ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആലപ്പുഴയിൽ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഉള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫുഡ്. അവിടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി അപ്പവും കടലക്കറിയും, അല്ലെങ്കിൽ അപ്പവും മുട്ടക്കറിയും. അതാണ് എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഇനി അതാണോ അവിടെ ഉള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളെപ്പോഴും ഓർഡർ ചെയ്യുന്ന സാധനം അതാണ്. അപ്പവും കടലക്കറിയും, അപ്പവും മുട്ടക്കറിയും, അല്ലെങ്കിൽ ഇടിയപ്പവും മുട്ടക്കറിയും, ഇടിയപ്പവും കടലക്കറിയും. മിക്കവാറും അപ്പമായിരിക്കും. അപ്പോൾ ആ അപ്പത്തിനെക്കാട്ടിലും അവിടുത്തെ കറിയാണ്. അതായത് ഈ ഒരു പച്ച കളർ കറിയാകട്ടോ. അതെന്താണെന്നറിയത്തില്ല, ഇങ്ങനെ കുഴമ്പ് പോലിരിക്കും. അതുപോലത്തെ ഒരു കറി ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. അതൊരു അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ. എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട് അത് എണ്ണയാണോ, ഇനി പഴകിയ എണ്ണയാണോ എന്നറിയത്തില്ല. പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കൊണ്ടുവരുമ്പോഴേ വായിന്നിങ്ങനെ നമ്മുടെ ഒന്നാതെ അത് രാവിലെ എണീറ്റ് വീട്ടിൽ നിന്ന് വരുന്നതല്ലേ, ആ വായിൻ്റെ തുപ്പലെല്ലാം കൂടെ അങ്ങോട്ട് എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. അതുപോലെ വായിന്ന് അങ്ങ് വെള്ളം പുറത്ത് ചാടും. അത് കാണുമ്പോഴത്തേക്കും എൻ്റെ മണം അടിക്കുമ്പോഴേ നമ്മളങ്ങ് വല്ലാണ്ടാവും കേട്ടോ. അപ്പം വയറ്റിനകത്തൂടെയൊക്കെ ആകെ പ്രകമ്പനവും ഒക്കെ ആയിരിക്കും. അപ്പം അത് സഹിക്കാൻ പറ്റാത്തൊരോർമ്മയാണ്. അതുപോലത്തെ കടലക്കറി പിന്നെ ഇതുവരെ അതിൽ സവോളയൊന്നും കാണത്തില്ല കേട്ടോ. എനിക്കൊന്നും എല്ലാം അരച്ച് ചേർക്കുന്നതാണെന്ന് തോന്നുന്നു. എന്നാലും ആ ഒരു പച്ച കളർ, ഒരു എണ്ണയാണേലും പച്ചയും കറുപ്പും കൂടെ കലർന്നൊരു കളറാണേ. മുട്ടക്കറി ആണേലും അതുപോലെ തന്നെ. അങ്ങനെ സവോളയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാം കൂടെ ഒരു കുഴമ്പ് പരുവാണ്. എന്നിട്ട് ഇത് ഫുള്ള് വടിച്ച് വെച്ചിട്ടേ ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ അവിടെ നിന്ന്. പിന്നെ ആ കൊണ്ടുവരുന്ന തന്നെ പിന്നീട് നമ്മൾ ചോദിക്കാറൊന്നുമില്ല. അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി നമുക്ക് വേറെ ഓർഡർ ചെയ്ത് തരാത്തതാണോ അതോ നമ്മൾ അത്രയും മതിയെന്ന് വെച്ചിട്ട് ഇറങ്ങുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഓർമ്മയിൽ നമ്മൾ ആ കൊണ്ടുവരുന്നത് മാക്സിമം ഫുള്ള് എന്തായാലും കറി കൂടുതലായിരിക്കും. അപ്പോൾ കറി ഫുള്ള് വടിച്ച് മൊത്തം നക്കി തീർത്തിട്ടാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങുന്നത്. നല്ല വെള്ള പ്ലേറ്റ്, നല്ല കട്ടിയുള്ള വെള്ള പ്ലേറ്റിൽ വേറൊരു വെള്ള പിഞ്ഞാണത്തേലാണ് ഈ ഒരു കടലക്കറി കൊണ്ടുവരുന്നത്. കടലക്കറിയോ മുട്ടക്കറി ആണെങ്കിലും
മൊത്തത്തിൽ ഈ കറിയിൽക്കകത്ത് കിടന്നിട്ട് ആ കളർ അങ്ങ് മാറും. വെള്ള കളറും അല്ല മഞ്ഞ കളറും അല്ല, അങ്ങ് മൊത്തത്തിൽ അതിൻ്റെ കളർ അങ്ങ് മാറിയിട്ടുള്ളൊരു മുട്ടയാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത്. ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല. അപ്പം ഞാൻ പിന്നീട് ഒത്തിരി പ്രാവശ്യം ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് പോയ സമയത്ത്, ഞാനും ബിജുവായിട്ട് ചങ്ങനാശ്ശേരിക്ക് പോയ സമയത്തും ഞാൻ ഈ ഒരു കട കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ആ കടയുണ്ടോ എന്നെനിക്ക് ഡൗട്ടാണ്. കാരണം ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. അന്നേരവേ അതൊരു പഴഞ്ചൻ ലുക്കുള്ള കടയാണ്. ചിലപ്പോൾ ഇപ്പം അത് മോഡിഫൈ ചെയ്ത് ഇനി വേറെ പുതിയ സ്റ്റൈലാക്കിയോന്ന് അറിയത്തില്ല. ഞാൻ നെറ്റിലൊക്കെ ആണെങ്കിലും ഒത്തിരി സെർച്ച് ചെയ്തു കേട്ടോ. ആർക്കെങ്കിലും ആ സ്ഥലമോ ആ കടയോ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പവും കടലക്കറിയുടെയും കഥയാണ്. എപ്പോഴും ഇവിടുന്ന് ആലപ്പുഴയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ ഓടി വരുന്നതാണ് പോകുന്ന വഴിക്കുള്ള ഈ ഒരു അപ്പവും കടലക്കറി കഴിക്കാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം. പിന്നീട് നമുക്കിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണ കാലം ആയതുകൊണ്ട് നമ്മളെല്ലാം വീട്ടിലിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ഞാനാണേലും എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളൊരു രീതിയിലേക്കൊക്കെ വന്നത്. അതുവരെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി അങ്ങനെ ഫുഡ് കഴിക്കുന്ന പരിപാടികളൊക്കെ വളരെ വളരെ ചുരുക്കമാണ്. ഈവൻ ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തോട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു പാഴ്സൽ പോലും മേടിക്കത്തില്ല. തിരിച്ച് വീട്ടിൽ വന്ന് എന്തെങ്കിലും ചോറ് അല്ലെങ്കിൽ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് എന്തെങ്കിലും പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരുന്നതല്ലാതെ പുറത്ത് പോയി കഴിക്കുന്നൊരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്നൊരു സംഭവമാണ്. നമുക്ക് വളരെ വളരെ റെയറായിട്ട് കുട്ടിക്കാലത്തുള്ള വളരെ ചെറിഷബിൾ ആയിട്ടുള്ളൊരു മെമ്മറിയാണ് ഈ ഒരു കൊല്ലം ആ ഏരിയയിലുള്ള ആ ഒരു പെട്രോൾ പമ്പിനടുത്തെ ആ റെസ്റ്റോറൻറ്റിലെ അപ്പവും കടലക്കറിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.